ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുകയാണ്, ചെറിയതായിട്ടൊരു കിച്ചോ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മേ ബി ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ഇച്ചിരി വലിവും ഒരു ഇച്ചിരി ശ്വാസമൊക്കെ കൂടുതലായിരിക്കും, ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തമിഴിൽ കണ്ട പോലെ തന്നെ നല്ല നല്ല ശീലങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ആ പരിപാടിയൊക്കെ അടച്ചു പൂട്ടി കെട്ടി വീട്ടിൽ പോകുന്ന അല്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോകുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മളെ ഇങ്ങനെ നല്ല നല്ല ശീലങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആ ശീലങ്ങളൊക്കെ നമ്മൾ തുടങ്ങുന്നതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, ഒന്നില്ലെങ്കിൽ എന്നെ പോലെ ആരെങ്കിലും ഇതുപോലെ വളു എന്ന് ഇങ്ങനെ പറയും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നല്ല നല്ല വീഡിയോസൊക്കെ കാണുന്നു, വല്ല ബുക്ക് വായിക്കുന്നു, അല്ലെങ്കിൽ ഓക്കെ ആരെങ്കിലും ഒരാൾ ഇതുപോലെ ചെയ്ത് കണ്ടു, അപ്പോൾ നമുക്കും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ളൊരു തോട്ടിൻ്റെ പുറത്ത് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ടായിരിക്കും ഇതുപോലത്തെ നല്ല നല്ല ശീലങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ, നമുക്ക് ഇതുപോലെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടേ പറ്റുള്ളൂ. നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, അങ്ങനെ ഒരാൾക്ക് നമുക്കെന്നല്ല, അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ ലൈഫിൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് ലൈഫ് ലോങ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിചാരിക്കേണ്ട ഒരേ ഒരാളെന്ന് പറയുന്നത് നമ്മൾ മാത്രമാണ്. നമ്മൾ തീരുമാനമെടുത്ത് കാര്യങ്ങൾ അടിപൊളിയായിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്കത് മൊത്തത്തിൽ അങ്ങ് നമ്മുടെ ലൈഫ് ലോങ് നമ്മൾക്കത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് ഇതുപോലെ നമ്മളൊന്ന് തീരുമാനിച്ചാൽ മാത്രം പോരാ, അതിനുള്ളിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണമല്ലോ. അത് നിങ്ങൾക്ക് പലർക്കും സാധിക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടും അതിന് നമ്മൾ ഒരുക്കിയിട്ടില്ല, അതിന് നമ്മൾ റെഡി ആക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. സോ ഫസ്റ്റ് നമ്മളൊരു നല്ല ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നമ്മൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആക്കിയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എക്സാമ്പിളിൽ നിന്ന് അങ്ങോട്ട് പിടിക്കാം. ഞാനൊരു മോയ്സ്ചറൈസർ ക്രീം 24 മണിക്കൂറുള്ളൊരു ദിവസത്തിൽ 1 മിനിറ്റ് തേക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മളൊരു ക്രീമൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കബോർഡിൻ്റെ ഉള്ളിൽ നമ്മൾ പൊത്തി കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ പറയണ പോലെ ഫസ്റ്റ് ഡേ ആൻഡ് സെക്കൻഡ് ഡേ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് ട്രൈ ചെയ്യുമായിരിക്കും. പക്ഷെ തേർഡ് ഡേ ഞാൻ പറയുന്നു, നിങ്ങളത് യൂസ് ആക്കില്ല. കാരണം നമ്മുടെ കൺവെട്ടത്തല്ല ആ ഒരു സംഭവം ഇരിക്കുന്നത്, ഒരു കബോർഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ തോട്ട് പോകും. അതായത് ഞാനിത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രോ മടിച്ചുകളാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരെന്താ ചിന്തിക്കുമോ, എനിക്കെങ്ങും വയ്യ, ആ കബോർഡൊക്കെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ബോട്ടിലൊക്കെ എടുത്തിട്ട് അതൊക്കെ ഡെപ്പ തുറന്ന് വേണ്ടി ഞാൻ എൻ്റെ മുഖത്ത് തേക്കാൻ എന്നായിരിക്കും പ്രോ മടിച്ചുകൾ ചിന്തിക്കുക. നിങ്ങളുണ്ടല്ലോ, ആ ഒരു ശീലം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ രാവിലെയും രാത്രിയും മുടങ്ങാതെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരിക്കും. അതായത് രാവിലെ എഴുന്നേറ്റ ഉടനെ രാത്രി ഉറങ്ങാൻ പോണേക്കാട്ടിലും മുന്നേ മുടങ്ങാതെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കും, പല്ല് തേക്കുക എന്നുള്ള ഒരു പ്രക്രിയ. അപ്പോൾ എന്താ ചെയ്യേണ്ടേ, പല്ല് തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് ഒരു വാഷ് ബേസിൻ്റെ അടുത്ത്, അവിടെ ഒരു കണ്ണാടി ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ അടുത്ത് നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മോയ്സ്ചറൈസർ ക്രീം നിങ്ങൾ കൊണ്ട് അവിടെ നിന്ന് വെക്കുക. സ്പേസ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ കബോർഡൊക്കെ വെക്കും. ആ കബോർഡ് ഞാൻ പറയുകയാണ്, നിങ്ങൾ പ്രോ മടിച്ചുകളാണെന്നുണ്ടെങ്കിൽ അടയ്ക്കുന്ന കബോർഡ് നിങ്ങൾ മേടിക്കരുത് കേട്ടോ. അത് തുറക്കാനുള്ള മടി കൊണ്ട് നിങ്ങളത് തുറക്കില്ല. അതുകൊണ്ട് ഓപ്പൺ സ്പേസിലുള്ള കബോർഡ്സ് ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ മേടിക്കുക. അവിടെ കൊണ്ടുവന്ന് നമ്മളുടെ ഈ മോയ്സ്ചറൈസർ ക്രീമിനെ അങ്ങ് പ്രതിഷ്ഠിക്കുക. ട്രസ്റ്റ് മീ, രാവിലെയും വൈകിട്ടും നിങ്ങൾ പല്ല് തേക്കുന്നുണ്ടായിരിക്കും. ആ വാഷ് ബേസിൻ്റെ മുന്നിൽ പോയി നിങ്ങൾ പല്ല് തേക്കുന്ന ആ ഒരു സമയം നിങ്ങളുടെ കണ്ണിൽ ആ ഒരു മോയ്സ്ചറൈസർ ക്രീമിൻ്റെ ഡെപ്പ എന്ന് നിങ്ങൾ കാണും. ഉറപ്പായിട്ട് ഞാൻ പറയുവാണ്, നിങ്ങളുടെ കൺമുൻപിൽ ആ ഒരു ക്രീം കാണുന്നത് കൊണ്ട് നിങ്ങൾ അതെടുത്ത് തേക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മനസ്സ് കാണിച്ചിരിക്കും. 100% ഉറപ്പാണ്. കാരണം അതൊരു സൈക്കോളജിയാണ്, വേറൊന്നുമല്ല, നമ്മൾ മനുഷ്യന്മാരുമാണ്. വേറൊരു എക്സാമ്പിൾ പറയാം. കുറച്ചു കാലം മുന്നില്ലേ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നല്ല ഭംഗിയുള്ള ഇങ്ങനെ ഒരു മിക്സഡ് കളേഴ്സിൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ, എത്രയോ ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് വെള്ളം കൂടി തീരെയില്ല, അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന സാധനമാണ് ഈ വാട്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അവരുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതായിരിക്കാം, പക്ഷെ സീരിയസ്ലി നമ്മൾക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അതിൻ്റെ പിന്നിലുള്ള ഒരു സൈക്കോളജി എന്താണ്, ഇത് തന്നെയാണ്. നമ്മുടെ കൺമുൻപിൽ കാണുന്ന ഒരു സാധനം നമുക്ക് യൂസ് ചെയ്യാനും അത് ചെയ്തു നോക്കാനും ഉള്ള ഒരു ടെൻഡൻസി നമ്മൾക്ക് കൂടുതലായിരിക്കും. ഈ പറയണ പോലെ നമ്മളൊക്കെ പച്ചയായിട്ടുള്ള മനുഷ്യന്മാരാണ്, അതുകൊണ്ടാണ് നമുക്കങ്ങനെ നമ്മുടെ ഒരു സെൻസിൻ്റെ ഒരു ഇത് തന്നെയാണ്. നമ്മുടെ കൺമുൻപിൽ കാണുന്ന ഒരു സാധനം യൂസ് ചെയ്യാനും വാങ്ങിക്കാനും നമ്മൾക്ക് ഭയങ്കര ടെംപ്റ്റേഷൻ ആയിരിക്കും. നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ നല്ല നല്ല ജിലേബി, ലഡു, പാനിപൂരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കത് വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ടായിരിക്കില്ലേ. ഈ പരസ്യങ്ങൾ, നമ്മൾ ഈവൻ ഓരോ ആപ്പ് എടുക്കുമ്പോൾ പോലും അതിൽ പരസ്യങ്ങൾ വരുന്നത് ഇതുപോലത്തെ ഓരോരോ സംഗതികളാണ്. എന്തുകൊണ്ടാണ്, നമ്മളത് കാണുമ്പോൾ ഓക്കെ നമ്മളത് അട്രാക്റ്റീവ് ആകും, നമ്മളത് മേടിക്കും എന്ന് അവർക്കും അറിയാം. ആ ഒരു സൈക്കോളജിയാണ് അവർ
മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആയിട്ട് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബാക്ക് ടു നമ്മുടെ വാട്ടർ ബോട്ടിൽ. നമ്മളെ ഈ വെള്ളം കൂടി എന്താണിത് തീരെ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, വെള്ളം കുടിക്കുന്ന ഒരു പ്രോസസ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് പൈസ മുടക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. കണ്ണിന് കുളിർമ തരുന്ന നല്ല ഭംഗിയുള്ളൊരു വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ട് രാവിലെ തന്നെ നമ്മൾ ആ വെള്ളം കുപ്പി നിറച്ചങ്ങ് വെക്കുക. നിറച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കാൻ പോലും ഞാൻ പ്രിഫർ ചെയ്യില്ല. കാരണം നമ്മൾ ഫ്രിഡ്ജ് എപ്പോഴും ഓപ്പൺ ആക്കണമെന്നില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രമേ നമ്മൾ ഫ്രിഡ്ജ് തുറക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കൺവെട്ടത്ത് കൊണ്ടുവന്നിട്ട് ആ വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്തിട്ട് അങ്ങ് വെക്കുക. ട്രസ്റ്റ് മീ, നിങ്ങൾ അതിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ വാട്ടർ ബോട്ടിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ദാഹം ഇല്ല എങ്കിൽ പോലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു സിപ്പ് വെള്ളമെങ്കിലും നിങ്ങൾ അതിൽ നിന്നും കുടിച്ചിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്കിത് എഫക്റ്റീവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയ്യോ, ഞാൻ യൂട്യൂബൊന്നും നിർത്തി പോവില്ല, അത്രയ്ക്കൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ സീരിയസ്ലി അങ്ങനെയാണ് കേട്ടോ. അങ്ങനെയല്ലേ, നമുക്ക് കാണുന്ന ഒരു സാധനം, നമുക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനം, അത് മേടിക്കാനുള്ള ടെംപ്റ്റേഷൻ നമുക്ക് അതിൻ്റെ പീക്കായിരിക്കും. ഈ നല്ല ഹെൽത്തി ഒക്കെ ആയിട്ട് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനമെടുത്തിട്ട് പിറ്റേ ദിവസം നമ്മൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഫാസ്റ്റ് ഫുഡ്സ്, കുറേ ബർഗേഴ്സ്, പിസ്സാസ്, ഈ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ കഴിക്കുക? എൻ്റെ കൺമുൻപിൽ കുറേ ബർഗേഴ്സ്, പിസ്സാസ് ഇരിക്കണം, ഞാൻ ഇതൊന്നും കഴിക്കില്ല, ഞാൻ നല്ല ഫ്രൂട്ട്സും വെജീസും സാലഡ്സും മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മനക്കട്ടിയോട് കൂടെ ഇരിക്കുന്ന ആരൊക്കെ ഉണ്ടായിരിക്കും? ഞാനില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയും, എൻ്റെ കൺമുൻപിൽ നല്ല അടിപൊളിയായിട്ട് കുറേ സ്വീറ്റ്സും ബർഗേഴ്സ്, പിസ്സ, അങ്ങനത്തെ സാധനങ്ങളും ബിരിയാണിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ആ സാധനം എടുത്തേ ഞാൻ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ഹെൽത്തി ആയിട്ട് പോകണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ ഒരിക്കലും ഈ സാധനങ്ങൾ വാങ്ങിക്കാനോ വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാനോ വേണ്ടിയിട്ട് അവർ ശ്രമിക്കില്ല. പകരം അവരുടെ കൺമുൻപിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമായിരിക്കും. എൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ എപ്പോഴെങ്കിലും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ പോലും ഞാൻ ആ സാധനം മറന്നു പോകും. അങ്ങനെ എൻ്റെ ഒരുപാട് ഐറ്റംസ് ചീത്തയായി പോയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ എന്താ ചെയ്യുക, ഫ്രൂട്ട്സ് മേടിച്ചിട്ട് നമ്മുടെ കൺമുൻപിൽ നമ്മൾ ഒരു ഇത് മേടിച്ചിട്ട് നമ്മുടെ കൺമുൻപിൽ കൊണ്ടുവന്നിട്ട് വെക്കുക. അത് കാണുമ്പോൾ നമ്മൾ അതെടുത്ത് കഴിക്കും. അത്രയേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു ബുക്ക് വായിക്കാൻ ആഗ്രഹമുള്ള, അതായത് റീഡിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് കബോർഡിനുള്ളിൽ കൊണ്ടുവന്ന് കുത്തിത്തിരികെ വെച്ച് കഴിഞ്ഞാൽ അവർ ഒരിക്കലും ബുക്ക് വായിക്കാൻ പോകുന്നില്ല. റീഡിങ്ങിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാത്രമായിരിക്കും കബോർഡൊക്കെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ബുക്ക് എടുത്ത് വായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം കാണിക്കുള്ളൂ. അല്ലാതെ ഒരു പുതിയ ഹാബിറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ ആ ബുക്ക് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന നമ്മുടെ ടേബിളിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ കാണുന്ന സ്ഥലത്ത് കൊണ്ട് വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഈ ജേണൽ എഴുതുന്ന സംഭവമുണ്ട്, അതെനിക്കൊരു ബുക്കുണ്ട്. ആ ബുക്ക് എപ്പോഴും എൻ്റെ ടേബിളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കണ്ടാവും. കാരണം ഈ പറയുന്ന പോലെ ഈ ബുക്ക് ഞാൻ കൊണ്ടുവന്നിട്ട് കബോർഡിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ മിക്ക ദിവസവും ഞാനത് എഴുതൂല, ഞാൻ മറന്നു പോകും. അപ്പോൾ ഈ ബുക്ക് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ, അതായത് രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് നടന്ന് വരുമ്പോൾ തന്നെ ഞാൻ ഈ സാധനം എൻ്റെ ടേബിളിൽ ഇരിക്കുന്നത് കാണും. സോ അതുകൊണ്ട് ഞാനത് ചെയ്യും. അപ്പം അത്രയേ ഉള്ളൂ. നല്ല നല്ല ശീലങ്ങൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ കൺമുൻപിൽ കൊണ്ടുവന്ന് അത് വെക്കുക. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു കേട്ടോ. പറഞ്ഞു വീഡിയോ തീർന്നത് അറിഞ്ഞില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.